ഒരു ഹൈബ്രിഡ് സ്റ്റുഡൻറ്റിൻ്റെ ഡെയിലി ലൈഫ് ഒരു വ്ലോഗ് പോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. ഒരു ഹൈബ്രിഡ് സ്റ്റുഡൻറ്റിൻ്റെ ഡെയിലി ലൈഫ് ആരംഭിക്കുക ഹോസ്റ്റലിൽ നിന്നാണ്. കൃത്യമായി അവന് നാളെ എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് ടൈം ടേബിളായി കൊടുത്തിട്ടുണ്ടാവും. ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി തന്ന ടൈം ടേബിൾ അനുസരിച്ച് വീഡിയോ ക്ലാസ് കണ്ടു പഠിക്കുക എന്നുള്ളതാണ് അവൻ ആദ്യം ചെയ്യുന്നത്. സ്വയം പഠിക്കുക, നാളെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം, ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സ്, അത് എല്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനായിട്ട് കളേർഡ് ആയിട്ടുള്ള DPP മെറ്റീരിയലും അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പഠിച്ചു കഴിഞ്ഞ് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള മെറ്റീരിയലും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. ഇത്രയും ഒരു ടോപ്പിക്ക് പഠിച്ച് തീർത്ത് കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത ദിവസം അവർ ക്ലാസ്സിലേക്ക് പോകേണ്ടത്. തൊട്ടടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സൈലത്തിൻ്റെ ബസ്സിൽ തന്നെയാണ് സൈലത്തിൻ്റെ ക്യാമ്പസിലേക്കുള്ള യാത്ര. ഒരു ബുക്കിലെട്ടിലാണ് ഒരു ചാപ്റ്റർ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ചാപ്റ്റർ എടുത്ത് കൂട്ടുകാരുമൊക്കെ ആയിട്ട് റിവൈസ് ചെയ്താണ് അവരെന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് പോകുക. ക്യാമ്പസിൽ എത്തിയാൽ തന്നെ അവർ ഓടിച്ചെല്ലുന്നത് വേറൊന്നിനുമല്ല, ആദ്യത്തെ ഒരു പീരീഡ് എന്ന് പറയുന്നത് അവരുടെ എക്സാമിനേഷനാണ്. അതായത് തലേ ദിവസം അവരെന്താണോ പഠിച്ചത് ക്ലാസ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അന്ന് അവരെ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് തന്നെയാണ് അവർ പ്രീ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോവുകയാണ്. അതൊരു മിനി നീറ്റ് എന്ന് തന്നെ പറയാം. അതായത് നീറ്റിൻ്റെ അതേ പാറ്റേണിൽ തന്നെ നടക്കുന്ന എക്സാം. ഇത് എല്ലാ ദിവസവും നടക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ ഒരു വർഷം പഠിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഓഫ്ലൈൻ സെൻറ്ററിൽ എത്തുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അന്ന് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു എക്സാം ആയിട്ട് എഴുതിയിട്ടാണ് മുമ്പോട്ട് പോവുക. മെൻറ്റേഴ്സ്, ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് ക്ലാസ്സിലുണ്ടാകും. എന്തുകൊണ്ടാണ് ഇതിനെ മിനി നീറ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നത്. നീറ്റിൻ്റെ ഒരു മിനി ഫോർമാറ്റിലാണ്. സെക്ഷൻ എയും സെക്ഷൻ ബിയും ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. രാവിലെ നമുക്കൊരു നീറ്റ് ഫോർമാറ്റ് നടത്താൻ പറ്റില്ലെങ്കിലും ഒരു മിനി നീറ്റ് എഴുതുന്നതോടുകൂടി തന്നെ നീറ്റിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഡെയിലി പോകുന്നത്. ഇത് ഡെയിലി നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്താണ് ഈ എക്സാമിന് എത്തുക. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിൽ വേറൊരു ഓഫ്ലൈൻ അധ്യാപകൻ വന്ന് ഒരു സ്റ്റാർ ഫാക്കൽറ്റി തന്നെ നമ്മൾക്ക് ക്ലാസ്സുകൾ കൃത്യമായി ഒന്നേന്ന് പഠിപ്പിച്ചു തരും. ക്ലാസ് റൂമിൽ ഓഫ്ലൈൻ ഫാക്കൽറ്റി ചെയ്യുക വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ. അത് എഴുതിയെടുക്കാൻ DPPയിൽ വേറൊരു സിമ്പലിൽ തന്നെ സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നമുക്കത് എഴുതിയെടുക്കാവുന്നതാണ്. ഇടയ്ക്കെപ്പോൾ നമുക്ക് സംശയം തോന്നിയാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ എക്സാം എഴുതിയതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്നലെ പഠിച്ചതിൻ്റെ ആയിരിക്കാം, എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കൈപൊക്കി അധ്യാപകനെ വിളിക്കാവുന്നതാണ്. കൃത്യമായി നമ്മുടെ അടുത്തേക്ക് വന്ന് അത് കൃത്യമായി പറഞ്ഞു തരും. ഇനി അപ്പോൾ ചോദിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവെൽ സമയത്ത് ഡൗട്ട് ബോക്സിലേക്ക് എത്തി അവരിയ്ക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരോട് ചോദിച്ച് കൃത്യമായി ഇത് മനസ്സിലാക്കാവുന്നതാണ്. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടോപ്പിക്ക് പഠിച്ചു തരിക. നമ്മൾ പഠിച്ചു, എക്സാമും എഴുതി, വേറൊരു അധ്യാപകൻ ഒന്നും കൂടെ പഠിപ്പിക്കുന്നതോടുകൂടി തന്നെ ആ ടോപ്പിക്ക് നമുക്ക് പക്കാ ക്ലിയർ ആകും. സംശയങ്ങളും എല്ലാം ചോദിച്ച് നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ മെസ് ഹാളിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ബൊഫേ ആയിരിക്കും. നമ്മൾ അവിടുന്ന് ഭക്ഷണം കളക്ട് ചെയ്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നേരെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഭക്ഷണമോ ഹോസ്റ്റലിലേക്ക് വല്ലതും വാങ്ങണമെങ്കിൽ തൊട്ടടുത്ത് തന്നെ മിനി മാർട്ടിൻ്റെ സൗകര്യം ഉണ്ടാകും. മിനി മാർട്ടിൽ ചെന്ന് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് നേരെ ക്ലാസ്സിലേക്ക് തിരിച്ചെത്തുമ്പോഴായിരിക്കും രാവിലെ നമ്മൾ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. അത് ബോർഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എത്രാം സ്ഥാനത്താണ്, നമുക്ക് എത്ര മാർക്ക് പോയി, കൃത്യമായി അവർ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. കൂടാണ്ട് സൊല്യൂഷനും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടാവും. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അധ്യാപകനെ അപ്രോച്ച് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, പരീക്ഷ എഴുതി, വീണ്ടും പഠിച്ചു കഴിഞ്ഞ് വൈകുന്നേരം നേരെ നമ്മൾ എന്ത് ചെയ്യും, 4 സബ്ജക്റ്റും കവർ ചെയ്തിട്ട് അങ്ങനെ ബസ്സിൽ അങ്ങനെ സമാധാനത്തോടുകൂടി പോവുകയാണ്. ഈ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കേരളത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നമ്മൾ നീറ്റ് JEE എക്സാമുകൾക്ക് തയ്യാറെടുത്ത് സൈലത്തിലൂടെ മുമ്പോട്ട് അങ്ങനെ പോവുകയാണ്.